ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞൊരു തമ്മിൽ കണ്ടിട്ട് വീഡിയോ ക്ലിക്ക് ചെയ്ത മക്കളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എല്ലാ പ്രാവശ്യവും ഓരോ കാര്യം ചെയ്യുമ്പോഴേക്കും ആലോചിക്കുക നിങ്ങൾ അതിനൊരു സെക്കൻഡ് ചാൻസ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? CBSE ക്ലാസ് 9 നിന്ന് 10th എത്തിയപ്പോൾ ഒരുപാട് പ്രതീക്ഷകളോടെ ക്ലാസ്സിലേക്ക് സമീപിച്ച മക്കളായിരിക്കും. അങ്ങനത്തെ മക്കൾക്ക് വേണ്ടിയാണ് സാർ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് പോസ് ചെയ്ത് നോക്കാം. CBSE ക്ലാസ് 9 നിങ്ങൾ ചിലപ്പോൾ തട്ടിമുട്ടി പാസ്സാവാൻ വേണ്ടി പഠിച്ച മക്കളായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫോക്കസ് ചെയ്തിട്ട് ആദ്യം മുതലേ പഠിച്ച മക്കളായിരിക്കാം. എങ്കിൽ കൂടി എങ്ങനെ പഠിച്ച മക്കളാണെങ്കിൽ കൂടി CBSE ക്ലാസ് 10 എത്തിയപ്പോൾ, ഈ വർഷം എത്തിയപ്പോൾ താനേ വന്നൊരു പ്രഷർ ഉണ്ട്. എവിടെ നോക്കിയോ ഉണ്ടായൊരു സ്ട്രെസ് ഉണ്ട്. അത് വീട്ടിലെ പാരൻസിന്റെ കാര്യം ആയിട്ടായിരിക്കാം, ചിലപ്പോൾ കൂട്ടുകാരുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിലിറങ്ങി നടക്കേണ്ട സാഹചര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞ +1 +2 ലൈഫ് എങ്ങനെ പോവും എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം. പലവിധ തോട്ട്സ് പല മക്കളിലൂടെ കടന്നു പോകാനുള്ള സാധ്യതയുണ്ട്. എല്ലാത്തിനും നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ട സമയമാണ്. ആ സൊല്യൂഷൻ ഇപ്പോൾ കണ്ടെത്തിയില്ലെങ്കിൽ പിന്നെ ഇനി കണ്ടെത്താൻ പറ്റില്ല. ഒരു ലാസ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞൊരു തമ്മിൽ കൊടുക്കാൻ തന്നെ കാരണം അങ്ങനെ തന്നെയാണ്. കാരണം ഇത് നിങ്ങളുടെ അവസാന അവസരമാണ്. ആ അവസാന അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ വിചാരിക്കുന്ന മാർക്കിലേക്ക് ഈ വർഷം ഈസി ആയിട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ വർഷവും നിങ്ങളുടെ കൂടെ തന്നെ എക്സാമിനർ ഫാമിലി ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. ഈ വർഷവും നമ്മൾ ചരിത്രം ആവർത്തിക്കും. നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ അതിനൊരു സൊല്യൂഷൻ, പ്രോപ്പർ സൊല്യൂഷൻ ആയിട്ട് തന്നെ വരാറുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള ഇപ്പോഴത്തെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രശ്നമൊന്നുമല്ല. എല്ലാ മക്കൾക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, എന്ത് സ്റ്റാർട്ട് ചെയ്യണം എന്നറിയാതെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന കുറച്ച് മക്കളെങ്കിലും ഉണ്ടാവും നമ്മുടെ ഇടയിൽ. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലക്ഷ്യ ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. CBSE ക്ലാസ് 10 ലക്ഷ്യ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചവർക്കറിയാം, പഠിക്കുന്നവർക്കറിയാം, നമ്മൾ അടിപൊളിയായിട്ടാണ് അവിടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഫീച്ചേഴ്സ് പറഞ്ഞു പോവാതെ നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സും അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാനാണ് സാർ വന്നിട്ടുള്ളത്. കേട്ട് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിക്കുക ബാച്ചിലേക്ക് ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യം. ആദ്യമായി നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ വൺ ഷോട്ട് ലൈവുകളൊക്കെ എടുത്ത് കാണുന്നവരാണ്. നമ്മളിപ്പോൾ ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിക്കോട്ടെ, മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിക്കോട്ടെ, ബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിക്കോട്ടെ, സോഷ്യലിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിക്കോട്ടെ, ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ എക്സാമിനർ CBSE ക്ലാസ് 10 എന്ന് പറഞ്ഞ ചാനലിൽ അവൈലബിൾ ആണ്. ആ ലൈവുകളിലൂടെ കിടന്നു പോകുന്ന മക്കൾക്ക് അറിയാം, നിങ്ങൾക്ക് ഓവറോൾ ആയിട്ട് ആ ചാപ്റ്റർ എന്താണെന്നും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണെന്നും കിട്ടും. നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ആയിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ടോ? ഇല്ല. നമുക്ക് ടോപ്പിക് വൈസ് ആയിട്ട് എവിടെയാ അതനുസരിച്ച് സമയം ഇഷ്ടം പോലെ ആവശ്യം വരും. ടോപ്പിക് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആ വൺ ഷോട്ട് ലൈവിന്റെ ദൈർഘ്യം കൂടി വരും. അതുകൊണ്ട് നമ്മൾ അതിനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് എല്ലാം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്രമാണ് ലൈവിൽ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ടോപ്പിക് വൈസ് ആയിട്ടുള്ള റെക്കോർഡഡ് വീഡിയോസ് ആണ് നമ്മുടെ ബാച്ചിലെ ഏറ്റവും കീ ഫീച്ചർ ആയിട്ട് സാറിന് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഓരോ ടോപ്പിക്സ് നിങ്ങൾക്ക് സെപ്പറേറ്റ് എടുത്തിട്ട് കാണാനുള്ള അവസരം നമ്മുടെ ലക്ഷ്യ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഓരോ ക്ലാസ് കഴിയുന്നോറും, അതിപ്പോൾ യൂട്യൂബിലെ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ കമ്മ്യൂണിറ്റി ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്ക് അറിയാം, ക്ലാസ് കഴിയുമ്പോൾ അതിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ്, എന്തിനാ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണേ സാറേ? നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചവർക്ക്, അങ്ങനെ ചിന്തിക്കുന്നവർക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കി നോക്കുക. നിങ്ങളുടെ തൊട്ട് സീനിയേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നോക്കുക. മാത്സിന്റെ കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ടെക്സ്റ്റ് ബുക്കിലെ മാത്രം ക്വസ്റ്റ്യൻസ് പഠിച്ചുകൊണ്ട് ഒരു നല്ല മാർക്കിലേക്ക് എത്താൻ സാധിക്കില്ല. ഒരുപാട് വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ വർഷം എക്സാമിന് വന്നിട്ടുണ്ട്. അത് ഇനിയും ആവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയാണ് നല്ല മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അടുത്തായിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു മറവി, ചില ടോപ്പിക്സ് ഒക്കെ മറവി സംഭവിക്കും അല്ലെ. എല്ലാവരും അത്ര കണ്ണിങ് ആയിട്ട് പഠിക്കണ ടീംസ് ഒന്നും ആവില്ല. അപ്പോൾ സാറാണെങ്കിലും ഒരു ചാപ്റ്റർ പഠിച്ച സമയത്ത് പിറ്റേ ചാപ്റ്ററിലേക്ക് എത്തുമ്പോൾ ഇവിടെ പഠിച്ച കാര്യം മറക്കാറുണ്ട്. മറക്കാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നമ്മൾ അവിടുത്തെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ് അറ്റൻഡ് ചെയ്യാം. അതായത് ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന്റെ വർക്ക്ഷീറ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള വർക്ക്ഷീറ്റ് എഴുതി നോക്കുക. മോഡൽ എക്സാംസ്, ഓരോ ചാപ്റ്റർ വൈസ് ഉള്ള എക്സാം ആയിക്കോട്ടെ. മോഡൽ എക്സാംസ് എന്ന് പറഞ്ഞപ്പോൾ 3 ചാപ്റ്റർ കഴിഞ്ഞാൽ ആ 3 ചാപ്റ്റർ കൂടിയിട്ട് എക്സാം. അങ്ങനെ എക്സാംസ് കൂടുതൽ എഴുതുന്നതിലൂടെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങളുടെ ചിന്താഗതികൾ മാറ്റേണ്ട സമയമായിട്ടുണ്ട്. 9ാം ക്ലാസ് പഠിച്ച പോലെ തന്നെ നിങ്ങൾക്ക് 9 പഠിച്ച അത്ര കോണ്ടന്റ് ഒന്നും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കാനില്ല. പക്ഷെ 9ൽ നിങ്ങൾ അപ്രോച്ച് ചെയ്ത രീതി ചിലപ്പോൾ തെറ്റായിരിക്കാം. 10ലേക്ക് എത്തിയുമ്പോൾ നിങ്ങൾ തന്നെ സ്വയമായിട്ട് എടുക്കേണ്ട കുറച്ച് മാറ്റങ്ങളുണ്ട്. ആ മാറ്റത്തിലൂടെയാണ് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ 10th മാർക്ക് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് +1 ഏത് സ്കൂളിൽ പഠിക്കണം, +2 ഏത് +1 +2 സ്കൂളിലാവും. തുടർന്ന് അങ്ങോട്ട് ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ്, അല്ലെങ്കിൽ MBBS ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് പോകേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ 10ാം ക്ലാസ്സിലെ മാർക്ക് വെച്ചിട്ടാണ്. സോ നല്ല ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വെറും 4999 ആണ് ഫീസ് വരുന്നത്.
വളരെ ചുരുങ്ങിയൊരു ഫീസാണ്, ഒരു വർഷത്തേക്കാണ്, ഒരു മാസത്തേക്കല്ല, 12 മാസത്തേക്കുള്ള ഫീസാണ് നിങ്ങൾക്ക് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ള മക്കൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കുക. നിങ്ങൾക്കറിയാം എക്സാമിനർ ഫാമിലി ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. വൺ ഷോട്ട് ലൈവുകൾ നമ്മൾ യൂട്യൂബിൽ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാത്തവർ ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഇതുപോലെ രസകരമായ വീഡിയോസുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ ബൈ ഓൾ. താങ്ക് യു.